നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ലെഡ്ജർ വൗച്ചേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ലെഡ്ജർ വൗച്ചേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ എത്ര പാർട്ടിക്ക് സെയിൽ നടത്തിയിട്ടുണ്ടോ ആ പാർട്ടിയുടെ ഡീറ്റെയിൽസും ആ പാർട്ടിക്ക് എത്ര സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, എത്ര ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന ഡീറ്റെയിൽസാണ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു ലെഡ്ജർ വൗച്ചർ റിപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് അക്കൗണ്ട് ബുക്ക് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ലെഡ്ജർ പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏതു പാർട്ടീൻ്റെ ഡീറ്റെയിൽസാണോ നമുക്ക് കാണേണ്ടത് ആ പാർട്ടീനെ സെലക്ട് ചെയ്യാം. ഞാൻ ABC കോ ലിമിറ്റഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ പാർട്ടിയുമായിട്ട് നമ്മൾ 4 ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൂടാതെ നമുക്ക് മന്ത്ലി വൈസും റിപ്പോർട്ട് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മന്ത്ലി പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ F6 പറഞ്ഞ ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി വൈസ് ഒരു പാർട്ടീൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തതാണ് മാർച്ചിലത്തെ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാർച്ചിൽ ABC കോ ലിമിറ്റഡ് എന്ന് വാങ്ങിയ അല്ലെങ്കിൽ സെയിൽ ചെയ്ത ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് സമ്മറി റിപ്പോർട്ടാണ്. അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് അക്കൗണ്ട് ബുക്സിൻ്റെ അണ്ടറിൽ ഗ്രൂപ്പ് സമ്മറി പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗ്രൂപ്പ് സമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ പാർട്ടീസിനെ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ആ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു റിപ്പോർട്ട് സമ്മറൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് പറയുന്നത് മെയിനായിട്ട് രണ്ടായിരിക്കും. ഒന്ന് സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് ഉണ്ടാകും, ഒന്ന് സൺഡ്രൈ ഡെപ്റ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ രമേശ്, രവികുമാർ, രവീന്ദ്രൻ, ലക്ഷ്മൺ ട്രേഡ് ടെക്സ്റ്റൈൽസ്, അപ്പോൾ ഇത്രയും 4 പാർട്ടീസിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓരോ മന്തിലും നമ്മൾ അവരുടെ അടുത്ത് എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. മാർച്ച് സെലക്ട് ചെയ്യുന്ന ലക്ഷ്മൺ ടെക്സ്റ്റൈൽസിൻ്റെ ആയിരുന്നു നമ്മൾ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് പേയ്മെൻറ്റും നടത്തിയിട്ടുണ്ട്, അതുപോലെ സെയിലും നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഏതെങ്കിലും ഡെപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ഡെപ്റ്റേഴ്സാണുള്ളത്, ABC കോ ലിമിറ്റഡും സ്വാതി എൻ്റർപ്രൈസും. ജസ്റ്റ് ABC കോ ലിമിറ്റഡ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓരോ മാസത്തിലുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം. ജസ്റ്റ് മാർച്ച് ചെക്ക് ചെയ്തതിന് ഇതിനകത്ത് നമുക്ക് മാർച്ചിൽ ആ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഇതിനാണ് നമ്മൾ ഗ്രൂപ്പ് സമ്മറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പാർട്ടീസ് അല്ലാണ്ട് വേറെ ഗ്രൂപ്പ്സും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, കറൻറ്റ് ലയബിലിറ്റി. ഞാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എടുത്ത് നോക്കാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് സാലറി, ഡെപ്രിസിയേഷൻ, ഇലക്ട്രിസിറ്റി സാലറി, സാലറി ജൂൺ, ഇത്രയും നമ്മളവിടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബേസിക് സാലറി ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സാലറി ഡീറ്റെയിൽസ് കാണാം. ഇത് മാർച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ചിൽ നമ്മൾ കൊടുത്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിനകത്ത് ഏതൊക്കെ പാർട്ടീസ് നമുക്ക് പേയ്മെൻറ്റ് തരാനുണ്ട്, അതായത് അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിനകത്ത് കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആക്ച്വൽ എമൗണ്ട്, അതുപോലെ പെൻഡിങ് എമൗണ്ട്, ഡ്യൂ ഡേറ്റ്, ഓവർ ഡ്യൂ ഡേയ്സ്, അതുപോലെ സബ് ടോട്ടലൊക്കെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോ ടൂവിൽ പോയിട്ട് ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് റിസീവബിൾസ് ആൻഡ് പേയബിൾ റിപ്പോർട്ട്സിൻ്റെ അണ്ടറിൽ ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന പാർട്ടീസൊക്കെ നമുക്ക് പേയ്മെൻറ്റ് തരാനുള്ള പാർട്ടീസാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പാർട്ടീനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ നടത്തിയ ഡേറ്റ്, റെഫറൻസ് നമ്പർ, ഓപ്പണിംഗ് എമൗണ്ട്, പെൻഡിങ് എമൗണ്ട്, ഡ്യൂ ഡേറ്റ്, ഓവർ ഡ്യൂ ബൈ ഡേയ്സ്, അത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്ന ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അയാൾ നമുക്ക് തരാനുള്ള ടോട്ടൽ എമൗണ്ടൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും.
അപ്പോൾ ഇതിന് നമ്മൾ ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടിനകത്ത് നമ്മൾ ബിൽ വൈസ് എൻട്രി നടത്തിയിരിക്കുന്ന പാർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അതായത് നമുക്ക് പേയ്മെൻറ്റ് തരാനുള്ള പാർട്ടീസും അതുപോലെ അത് ബിൽ വൈസ് എൻട്രി മുഖേന റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനൊക്കെയാണ് ഈ റിപ്പോർട്ടിനകത്ത് വരിക. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഗോ ടുവിനകത്ത് ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് നോക്കാം. ബിൽ സ്പെല്ലിംഗ് നമ്മൾ നേരത്തെ എടുത്ത ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ അണ്ടറിലുണ്ട് അത്. അപ്പോൾ നമുക്ക് വെറുതെ ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ് നോക്കുമ്പോൾ നമുക്ക് താഴെ കാണാം ബിൽസ് ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പാർട്ടീസിനൊക്കെ നമ്മൾ ബിൽ വൈസ് എൻട്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരു പാർട്ടീനെ എടുക്കാം. സ്വാതി എൻ്റർപ്രൈസ്. ഇപ്പോൾ ബിൽ വൈസ് പറയുമ്പോൾ നമ്മളിവിടെ ഓൺ അക്കൗണ്ട്, ന്യൂ റെഫറൻസ്, എഗെയിൻസ്റ്റ് റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടില്ലേ, അതിനാണ് നമ്മൾ ബിൽ വൈസ് എൻട്രി പറഞ്ഞത്. അപ്പോൾ ഈ ബിൽ വൈസ് ഔട്ട്സ്റ്റാൻഡിങ്ങിനകത്ത് നമുക്ക് ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കണ്ട ആ പാർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് വരിക. പക്ഷേ ഇതിനകത്ത് ബിൽ വൈസ് ഓപ്ഷൻ കൊടുത്തവരുടെ പാർട്ടീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ലെഡ്ജറിൽ വന്നിട്ട് എല്ലാ പാർട്ടീസിൻ്റെ ഡീറ്റെയിൽസാണ്, ബിൽ വൈസിൻ്റെയും ബിൽ വൈസ് ഇല്ലാണ്ട് കൊടുത്ത പാർട്ടീസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽ വൈസ് ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ പാർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ലെഡ്ജർ ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ ബിൽ വൈസ് ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ നോക്കിയത്. ഇനി ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് വൈസ് ഔട്ട്സ്റ്റാൻഡിങ് നോക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ എടുക്കാൻ നോക്കാം. അത് നമ്മൾ ഗോ ടു പോയിട്ട് സെർച്ച് ചെയ്തെടുക്കാം ഗ്രൂപ്പ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന്. അപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് റിപ്പോർട്ട്സിൻ്റെ അണ്ടറിൽ ഗ്രൂപ്പ് ഔട്ട്സ്റ്റാൻഡിങ് കാണാം. അത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഗ്രൂപ്പ്സാണ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് സൺഡ്രൈ ക്രെഡിറ്ററും പിന്നെ ഒന്ന് സൺഡ്രൈ ഡെപ്റ്റേഴ്സും. അപ്പോൾ സൺഡ്രൈ ക്രെഡിറ്റേഴ്സും സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 4 പേരാണ് നമ്മുടെ സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് പറയുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ സൺഡ്രൈ ഡെപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ 2 പാർട്ടീസാണ് നമ്മുടെ സൺഡ്രൈ ഡെപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസാണ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ക്യാഷ് പെൻഡിങ് ആയിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്ന റിപ്പോർട്ടാണ് പർച്ചേസ് ബിൽ പെൻഡിങ്. അതായത് നമ്മൾ ഇൻവെൻട്രി ട്രാൻസാക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് വയ്ക്കുന്ന ലിസ്റ്റുകളെയാണ് പർച്ചേസ് ബിൽ ഔട്ട്സ്റ്റാൻഡിങ്ങിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു പാർട്ടിൻ്റെ നിന്ന് ഗുഡ്സ് എല്ലാം വാങ്ങിയതിന് ശേഷം അവർക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ അതിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓ2-ൽ പോയിട്ട് പർച്ചേസ് ബിൽ പെൻഡിങ് അടിക്കാം. അപ്പോൾ നമുക്കിവിടെ പർച്ചേസ് ട്രാക്കിംഗ് റിപ്പോർട്ട്സിൻ്റെ അണ്ടറിൽ പർച്ചേസ് ബിൽസ് പെൻഡിങ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ട്രാൻസാക്ഷൻ എൻട്രീസ് ഒന്നുമില്ല, നമ്മളതില്ലാതെ എല്ലാ ട്രാൻസാക്ഷനും കൊടുത്തതുകൊണ്ടാണ് ഈ ലിസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വന്നത്. ഇനി നമുക്ക് ആർക്കെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഗോ ടുവിനകത്ത് പർച്ചേസ് ബിൽ പെൻഡിങ് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് എടുക്കാം. എക്സെപ്ഷൻ റിപ്പോർട്ട്സിനകത്ത് നെഗറ്റീവ് ക്യാഷ് ഉള്ളതാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് പെൻഡിങ് ആയിട്ടുള്ള ലിസ്റ്റുകളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ പർച്ചേസ് ബിൽസ് പെൻഡിങ് പറഞ്ഞ റിപ്പോർട്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് സമ്മറി പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ഒക്കെ കാണാൻ കഴിയും. ഇതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഇപ്പോൾ മോണിറ്റർ പറഞ്ഞ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്ററിൻ്റെ അണ്ടറിൽ നമ്മൾ ഐറ്റം 1 LG മോണിറ്റർ പറഞ്ഞ് 2 ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഐറ്റത്തിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഐറ്റം 1 എന്ന് പറയുന്നത്. അതുപോലെ LG മോണിറ്റർ പറയുന്നത് നമുക്ക് 23 നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ബൈയിങ് റേറ്റ് വന്ന് 25,000 ആണ്. അപ്പോൾ വാല്യൂ പറയുന്നത് 5,75,000 ആണ്. അപ്പോൾ അത് ജസ്റ്റ് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി വൈസ് റിപ്പോർട്ട് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഓരോ മാസത്തിലും നമ്മൾ ആ ഒരു ഐറ്റം എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, ആ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് വരുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റിപ്പോർട്ടാണ് മൂവ്മെൻറ്റ് അനാലിസിസ്. മൂവ്മെൻറ്റ് അനാലിസിസ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഐറ്റം മൂവ്മെൻറ്റ് അനാലിസിസ്, പിന്നെ ഗ്രൂപ്പ് മൂവ്മെൻറ്റ് അനാലിസിസ്, പിന്നെ കാറ്റഗറി മൂവ്മെൻറ്റ് അനാലിസിസ്. അപ്പോൾ അതങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യാം. അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻറ്ററി സെലക്ട് ചെയ്യാം. ഇവിടെ മൂവ്മെൻറ്റ് അനാലിസിസ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പ് അനാലിസിസ് ആണ്. അതായത് ഗ്രൂപ്പ് വൈസ് നമുക്ക് സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്ക് കാറ്റഗറി അനലൈസ്. അതായത് നമ്മൾ കാറ്റഗറി വൈസ് നമ്മുടെ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യാം. അല്ല സ്റ്റോക്ക് ഐറ്റം അനാലിസിസ്, ഐറ്റം വൈസ് നമുക്ക് സ്റ്റോക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പ് അനാലിസിസ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കുറേ ഗ്രൂപ്പ്സ് കാണാം. ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മോണിറ്റർ സെലക്ട് ചെയ്യുന്നുണ്ട്. മോണിറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐറ്റം 1 LG മോണിറ്റർ പറഞ്ഞ 2 ഐറ്റംസാണ് മോണിറ്റർ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ LG മോണിറ്റർ എടുക്കുകയാണെങ്കിൽ എത്ര നമ്മൾ പർച്ചേസ് ചെയ്തു, എത്ര നമ്മൾ സെയിൽ ചെയ്തു എന്ന ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനെയാണ് ഓരോ ഗ്രൂപ്പ് വൈസ് എടുക്കുന്നതിനാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോക്ക് കാറ്റഗറി അനാലിസിസ്. ഇപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി അനാലിസിസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് കാറ്റഗറീൻ്റെ ലിസ്റ്റാണ് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ലാർജ് പറഞ്ഞ സ്റ്റോക്ക് കാറ്റഗറി എവിടേക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത് എവിടെയും യൂസ് ചെയ്തിട്ടില്ല. മീഡിയം നോക്കാം, മീഡിയം യൂസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് സ്മോൾ നോക്കാം. അപ്പോൾ ഇതിൽ ഡാറ്റാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും വരാത്തത്. അപ്പോൾ ഞാൻ 250 ml എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ആ ഒരു കാറ്റഗറി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട്സ് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോക്ക് ഐറ്റം അനാലിസിസ്. സ്റ്റോക്ക് ഐറ്റം അനാലിസിസ് എടുത്താൽ ഐറ്റം വൈസ് നമുക്ക് സ്റ്റോക്ക് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ LG മോണിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ LG മോണിറ്റർ വന്നിട്ട് നമ്മൾ ആരുടെ നിന്ന് പർച്ചേസ് ചെയ്ത് ലക്ഷ്മൺ ടെക്സ്റ്റൈൽസിന് പർച്ചേസ് ചെയ്തു 50 എണ്ണം, എത്ര റേറ്റിന്, അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ LG മോണിറ്റേഴ്സ് ആരെല്ലാം വാങ്ങി, അപ്പോൾ ക്യാഷിന് ഒരു നമ്പർ, അതുപോലെ ലക്ഷ്മൺ ടെക്സ്റ്റൈൽസ്, സ്വാതി എൻ്റർപ്രൈസ്, ഇവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ LG മോണിറ്റർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം വാങ്ങി അതേ റേറ്റിന് തന്നെയാണ് സെല്ലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50 നമ്പറിൽ 27 നമ്പർ നമ്മൾ സെയിൽ ചെയ്തു കഴിഞ്ഞു. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ സ്റ്റോക്ക് ഐറ്റം മൂവ്മെൻറ്റ് അനാലിസിസിൽ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് അനാലിസിസ്. ഗ്രൂപ്പ് അനാലിസിസ് റിപ്പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗ്രൂപ്പ് അനാലിസിസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പ്സിൻ്റെ ബേസിസിൽ നമുക്ക് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ LG മോണിറ്റേഴ്സ് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 50 എണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം സെയിൽ ചെയ്തിട്ടുണ്ട്. സൺഡ്രൈ ക്രെഡിറ്റേഴ്സിന് സെയിൽ ചെയ്തിരുന്ന ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി വേറൊരു ഗ്രൂപ്പും കൂടി എടുക്കാം, സൺഡ്രൈ ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് സൺഡ്രൈ ഡെപ്റ്റേഴ്സ് നമ്മൾ LG മോണിറ്റർ, അതുപോലെ ലിക്കർ, ടൈറ്റനൊക്കെ പർച്ചേസും സെയിലും നടത്തിയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണുന്നത്. ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വാതി എൻ്റർപ്രൈസിനാണ് നമ്മളിത് സെയിൽ ചെയ്തിരിക്കുന്നത്. ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. അതുപോലെ നെക്സ്റ്റ് ഇതിലൊന്ന് ടൈറ്റാനും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൺഡ്രൈ ഡെപ്റ്റേഴ്സ് ടൈറ്റാൻ പറയുന്നത് നമ്മൾ സ്വാതി എൻ്റർപ്രൈസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് അനാലിസിസ്. നെക്സ്റ്റ് വരുന്നത് ലെഡ്ജർ അനാലിസിസ് ആണ്. അതായത് ലെഡ്ജർ വൈസ് നമുക്ക് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ലെഡ്ജേഴ്സ് ഉണ്ട്. ഈ ലെഡ്ജേഴ്സിനകത്ത് അത് ലക്ഷ്മൺ ടെക്സ്റ്റൈൽസ്, ബാങ്ക്, രമേശ്, രവികുമാർ, ഇവരുടെ നിന്നൊക്കെ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് പർച്ചേസ് ചെയ്തു, ഇവർക്കൊക്കെ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് സെയിൽ ചെയ്തു, ആ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലക്ഷ്മൺ ടെക്സ്റ്റൈൽസിന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം LG മോണിറ്ററാണ് ലക്ഷ്മൺ ടെക്സ്റ്റൈൽസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ LG മോണിറ്റർ തന്നെ ലക്ഷ്മൺ ടെക്സ്റ്റൈൽസിന് സെയിലും ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മുടെ ലെഡ്ജർ വൈസ് അനാലിസിസ്. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് അനാലിസിസ് വരുന്ന ഈ സ്റ്റോക്ക് ഗ്രൂപ്പ് അനാലിസിസ്, സ്റ്റോക്ക് കാറ്റഗറി അനാലിസിസ്, സ്റ്റോക്ക് ഐറ്റം, ഗ്രൂപ്പ് അനാലിസിസ്, ലെഡ്ജർ അനാലിസിസ് ഒക്കെ എന്താ മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ അനാലിസിസ് ആണ്. ട്രാൻസ്ഫർ അനാലിസിസ് പറഞ്ഞാൽ നമ്മൾ ഒരു ഗോഡൗണിൽ മറ്റൊരു ഗോഡൗൺ നമ്മുടെ ഐറ്റം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഞാൻ മാനുഫാക്ചറിംഗ് ഉണ്ട്, സ്റ്റോക്ക് ജേണലുണ്ട്. സ്റ്റോക്ക് ജേണൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡാറ്റാസ് ഒന്നുമില്ല. മാനുഫാക്ചറിനകത്തും ഡാറ്റാസ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ എത്ര ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ പിന്നെ എത്ര ഗുഡ്സ് ഔട്ടായി, എത്ര ഗുഡ്സ് ഇന്നായി എന്നുള്ള ഡീറ്റെയിൽസാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന റിപ്പോർട്ടാണ് സ്റ്റോക്ക് ക്വറി റിപ്പോർട്ട്. സ്റ്റോക്ക് ക്വറി റിപ്പോർട്ടിനകത്ത് പർച്ചേസ്, സെയില്, അതുപോലെ സ്റ്റോക്ക് ജേർണൽ, ഈ ഡീറ്റെയിൽസൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്യാം. ഇപ്പോൾ LG മോട്ടർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ക്വറി റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഈ LG മോണിറ്ററിൻ്റെ ഗ്രൂപ്പ്, അതുപോലെ ക്ലോസിംഗ് ബാലൻസ്, കോസ്റ്റ് പ്രൈസ്, കോസ്റ്റിംഗ് മെത്തേഡ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ നമുക്ക് കാണുന്നത് പർച്ചേസ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും, സെയിൽസ് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും, അതുപോലെ ഗോഡൻ ഓർ ബാച്ച് ഡീറ്റെയിൽസ് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും, അതുപോലെ ഐറ്റംസ് ഓഫ് സെയിം കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ പർച്ചേസിനകത്ത് വരുന്നത് നമ്മൾ ഈ ഒരു LG മോണിറ്റർ ആരുടെ അടുത്ത് നിന്നെല്ലാം പർച്ചേസ് ചെയ്തു ആ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ലക്ഷ്മൺ ടെക്സ്റ്റൈൽസ് മാത്രമാണ് LG മോണിറ്റേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അത് 2 തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 50 നമ്പേഴ്സ് നമുക്കുണ്ട്. നെക്സ്റ്റ് സെയിൽസിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു LG മോണിറ്റേഴ്സ് ആർക്കൊക്കെ സെയിൽ ചെയ്തു ആ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് ഗോഡൗൺ ഓർ ബാച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഗോഡൗണിൽ നിന്നാണ് ഈ ഒരു ഐറ്റം എടുത്തിട്ട് സെയിൽ ചെയ്തത്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഏത് ഗോഡൗണിലോട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തത് ആ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഐറ്റംസ് ഓഫ് സെയിം കാറ്റഗറി. അത് ഈ ഒരു കാറ്റഗറിയിലുള്ള സെയിം ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ക്വറി റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഐറ്റത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒറ്റ പേജിനകത്ത് കാണാൻ കഴിയും. അതായത് ഒറ്റ റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജിങ് അനാലിസിസ് റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ബാച്ച് വൈസാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എക്സ്പയറി ഡേറ്റും അതുപോലെ പർച്ചേസ് ഡേറ്റും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എക്സ്പയർഡ് ആവാൻ പോകുന്ന ഐറ്റം ലിസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏജിങ് അനാലിസിസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഞാൻ മോണിറ്റർ എടുക്കുന്നുണ്ട്, അതുപോലെ LG മോണിറ്റർ നോക്കാം. ഇപ്പോൾ LG മോണിറ്ററിൽ നമുക്ക് 23 നമ്പേഴ്സ് ടോട്ടൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാച്ച് വൈസ് സെറ്റ് ചെയ്തിട്ടില്ല. ബാച്ച് വൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പയറി ഡേറ്റും അതൊക്കെ കാണിക്കാം, ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഐറ്റം എത്ര ദിവസം കഴിഞ്ഞാൽ എക്സ്പയർഡ് ആവും, അതിൽ ഏത് ഡേറ്റിൽ നമ്മൾ വാങ്ങിയത് എത്ര ദിവസം കഴിഞ്ഞാൽ എക്സ്പയർഡ് ആവും, അത് എക്സ്പയർഡ് ആയോ ഇല്ലേ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഏജിങ് അനാലിസിസ് റിപ്പോർട്ടിനകത്ത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് വരും. ഓരോ മാസം നമ്മൾ വാങ്ങിയ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരുടെ നിന്നാണ് വാങ്ങിയത്, സെയിൽ ചെയ്തതാണോ, പർച്ചേസ് ചെയ്തതാണോ, ഏതാ വൗച്ചർ ടൈപ്പ്, വൗച്ചർ നമ്പേഴ്സ്, അതിൻ്റെ ഈ നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു, എത്ര സെയിൽ ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.